നല്ല വാഴക്കൽത്തിയുണ്ട്. 1 വീക്കായിട്ട് ഇത് യൂസ് ചെയ്യണ പോയിട്ട് വന്ന പിന്നെ മുതൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരമായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് എനിക്ക് ഇഷ്ടം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഞെക്കി ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കൊന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ നമ്മുടെ ഫോണിലെ ക്യാമറ ഒക്കെ ഓൺ ആക്കി സെറ്റ് ആക്കിയിട്ട് വീഡിയോ എടുക്കാനുള്ള പരിപാടി തുടങ്ങിട്ടോ. പിന്നെ ഈ സ്പ്രേ ഇതാണെങ്കിൽ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഊത് വേൾഡിൽ നിന്ന് ഹഡ്സൺ വാലി എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് ഇത് യൂസ് ചെയ്യണ പോയിട്ട് വന്ന പിന്നെ മുതൽ. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ, നമ്മുടെ മിറർ റേക്കോടെ നല്ല പാടുകളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മുടെ ഗ്രാൻഡ് മമ്മി ഇവിടെ ഇരുന്ന് ഫോൺ കളിക്കണ്ട്. മച്ചി ഫുഡ് കഴിച്ചോ മച്ചി? ബാ. എന്നാ ഞാൻ കഴിക്കാൻ പോവാം. അപ്പം നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഇന്നലെ നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം മുമ്പ് എടുത്ത് ഫ്രൈ ആക്കാന്നുള്ളൊരു മൈൻഡിൽ നിന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഡാഡി ശരിയായിക്കോളാന്ന് പറഞ്ഞു. നല്ല വാഴക്കൽത്തിയുണ്ട്, പിന്നെ നല്ല പുഴമീൻ ഫ്രൈ, നല്ല പുഴമീൻ കറി. അയ്യവാ, എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണു, ഒരു കൈ കൊണ്ട് ഞാൻ എല്ലാം ചെയ്യണു. വേറെ ആരും വീഡിയോ എടുത്തു തരാനില്ല. അപ്പം നമുക്ക് ചോറെടുക്കാം. ഞാനേ ജിമ്മിൽ പോകുന്നതല്ല, വണ്ണം കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പ് കൊണ്ട് ഞാൻ വലിയ കാര്യത്തിന് ഫുഡ് കഴിക്കണില്ല കേട്ടോ. കുറച്ച് എല്ലാം കൺട്രോൾ ചെയ്യാൻ പോവാണ്. കാരണം നമ്മളിപ്പം ദുബായിക്ക് പോയിട്ട് വന്ന പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മീനിനോട് അത്ര വലിയ താല്പര്യമില്ല. ഞാനൊരു 2 to 3 years ബാക്ക് എന്താ പറയുക, പുഴമീൻ തിന്ന് ആകെ ഛർദ്ദിച്ച് ഇടങ്ങേറായപ്പോൾ ഞാൻ പിന്നെ മീൻ കഴിക്കലുണ്ടായിരുന്നില്ല. പിന്നെ കാണുമ്പോൾ കഴിക്കും, ബട്ട് എനിക്ക് പിന്നെ അത് കഴിയുമ്പോൾ നല്ല ഇടങ്ങേറാവും. ചോറിന് നല്ല പപ്പടമുണ്ട്, നല്ല പപ്പടം. ഇവിടെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച. എവിടെന്നോ നമ്മുടെ ഡാഡി പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല നാടൻ മാങ്ങാച്ചാറ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കല്ലല്ലോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരമായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് എനിക്കിഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ മധുരം ഇനി കുറച്ച് അത് കട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്കിവിടെ ബ്ലാക്ക് മുന്തിരി ഉണ്ട്, അതൊരു 3 എടുത്ത് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഫാൻ ഇട്ടില്ല എന്നുള്ളത്. കാരണം നല്ല ചൂടുണ്ട്. കാരണം നമ്മുടെ ഹാളിൻ്റെയും വിസിറ്റിൻ്റെയും കിച്ചൻ്റെയും മുകളിൽ വേറെ നിലയൊന്നുമില്ല, അതുകൊണ്ട് നല്ല ചൂടാണ്. പിന്നെ ഇതൊക്കെ ലാസ്റ്റ് വട്ടം എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ സെലോ ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് ബ്രൗൺ കളർ സെലോ ടേപ്പ് ഉണ്ടല്ലോ, അതെടുത്ത് ഒട്ടിച്ചു. പക്ഷേ അതിന് ശേഷം അത് നമ്മുടെ ഭിത്തിയിൽ പണിയായിട്ടുണ്ട്. ഇനി അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് കളയണം. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഫാനിട്ടപ്പോൾ നല്ല കാറ്റുണ്ട്. നമുക്ക് പണിയിലേക്ക് കിടക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അങ്ങനെ അതും കണ്ടുകൊണ്ടിരിക്കുക. ഈ വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തേക്കണേ. ഇട്ടുള്ളൂ കേട്ടോ. കഴിക്കാൻ ഓടിപ്പോണ കറിയാണ് കാണുന്നത്. നല്ല വിശപ്പിലായിരുന്നു വന്ന് കയറിയേക്കണം. റൂമിൽ വന്ന് കയറുമ്പോൾ എന്താ സുഖം എന്നറിയോ. ഇതേപോലെ AC ഇങ്ങനെ കൂളായി കിടന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. ഇപ്പോൾ ടൈം 2 മണി കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 3-3:30 4 മണിയാകുമ്പോൾ എണീക്കണം. ഉറങ്ങാമെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കും. കറണ്ടും പോയി. സന്തോഷമായില്ലേ? അടിപൊളി. പിന്നെ കൂളായതിനോട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് എണീറ്റിട്ട് കാണാം കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വൈകിട്ട് ചായ കുടിക്കൽ കുറവാണ്. ഇന്നെന്തോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് നല്ല ചായ കുടിക്കാനുള്ളൊരു ആഗ്രഹമായിട്ടാണ്. അപ്പം നമ്മൾ നോക്കിയില്ല, നേരെ വന്ന് ചായ വയ്ക്കാൻ പോയി. ഞാൻ ബൈക്ക് പോയ ടൈമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വറുത്തതാണ് ഈ സാധനം. അങ്ങനെ ഞാനാണെങ്കിൽ പാക്കൊക്കെ ചെയ്ത് ഒരു ഇച്ചിരി ബാലൻസ് വന്നപ്പോൾ ഞാനത് ഇങ്ങനെയാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പിന്നിലായിട്ട് പാക്ക് ചെയ്തു. ഇതെന്തോ ഇങ്ങനെ കവറിൽ പാക്ക് ചെയ്തു. ഇത് വിഷം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ വീട്ടിൽ വറുത്താണ്ട. ചായ അവിടെ തിളച്ചിട്ടുണ്ട്. നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ. വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നല്ല ഇടി വെട്ടി മഴയും പെയ്യും.
ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ മുമ്പിലത്തെ വീട്ടിൽ 2 പട്ടി ഉണ്ടെന്ന്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അതേ പോണ് കണ്ട ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ അതിൽ കൂടെ മുറ്റത്തെ കൂടെ കളിക്കുന്നുണ്ട്. അതാണ് 2 കുരുത്തം കെട്ട സാധനങ്ങൾ. ഇവിടെ നിന്ന് ഇതവിടെ കാണുന്നത് മലയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ ഒരു ഓറഞ്ച് കളറാവും നമ്മുടെ സ്കൈയുടെ കളറൊക്കെ. നല്ല ഭംഗി അവിടെ നോക്കാനായിട്ട് വ്യൂ ആയിട്ട്. ഇതിൻ്റെ ടൈമായി. ഇവിടെ നമ്മുടെ ബ്രദർ ഇന്നലത്തെ പ്രോൺസ് ബിരിയാണി ചൂടായി കഴിച്ചതിൻ്റെ പാത്രം, പിന്നെ രാവിലത്തെ കറിയുടെ പാത്രം, ഇതൊക്കെ ഇനി കഴുകി പറക്കിയിടണം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നേരെ നമസ്കരിക്കാൻ പോകും. നമസ്കരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഓതി കഴിഞ്ഞിട്ടാണ് പിന്നെ പരിപാടിയുള്ളൂ. ഇനി നമുക്ക് ഡോർ അങ്ങോട്ട് അടച്ചേക്കാം. കാരണം ഇനി അങ്ങനെ ആരും അവിടെ ഇറങ്ങലില്ല. അപ്പോൾ പുറത്ത് ബാങ്ക് കൊടുക്കണ്ട്. ഇനി നമുക്ക് നമസ്കരിക്കാനുള്ള പരിപാടി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് അവനാണെങ്കിൽ കോളേജിൽ പോയിട്ട് വന്നിട്ട് ഹെൽമെറ്റ് കൊണ്ടു ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ടേബിളിലോട്ടൊന്നും കിടക്കാൻ ഇഷ്ടമല്ല. ഈ മുമ്പ് ദിവസത്തേക്ക് ലേറ്റ് ഇടാം കേട്ടോ. ആദ്യം ഓക്കെ, മുമ്പ് ദിവസത്തേക്ക് ലേറ്റ് ഇട്ടിട്ടാണ് ബാക്കി പരിപാടിയുള്ളൂ. കണ്ട ഇരട്ടായി തുടങ്ങാനുള്ളൂ. മുമ്പിലേക്ക് ലേറ്റ് ഇടുന്നുണ്ട്. ഇനി നമസ്കരിച്ചിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള ലേറ്റ് ഇടുള്ളൂ. കണ്ട ബാങ്ക് കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ തുടങ്ങുവാണ്. നമുക്ക് മേളിലേക്ക് പോകാം. ഒന്ന് ഫ്രഷ് ആവാണ്ട്. അപ്പം നമുക്ക് മേളിലേക്ക് പോവാം. ഞാൻ എൻ്റെ റൂം മേളിലാണെങ്കിലും ഞാനിപ്പോൾ അവിടെ കിടക്കലില്ല കേട്ടോ. നിലവിൽ താഴെ കിടക്കൽ. ഇപ്പം ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടേക്കാണ്. ഇതാണ് ഗൈസ് എൻ്റെ റൂം. അങ്ങോട്ട് പോകാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ കിടക്കാറായതുകൊണ്ട് നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാം. ഇങ്ങനെ ഡോറൊക്കെ കുറ്റിയിട്ട്, പിന്നെ ഇവിടെ പുരാതനമായൊരു മെഷീൻ കിടക്കുന്നുണ്ട്. ആർക്കും ഉപയോഗമില്ല. ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന കാർട്ടൂണാണ് കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് പോവാം. ലൈറ്റൊക്കെ ഓഫാക്കട്ടെ. ഇവിടെ വേറെ കർട്ടനായിരുന്നു. ഈ വട്ടം ലാസ്റ്റ് വട്ടം ആവശ്യമാണെന്ന് വന്നപ്പോൾ അവിടെ ഇരുന്ന കർട്ടൻ എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ഇറക്കം കൂടുതലാണ്. ഇപ്പം ഒന്നും ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചൂടൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ചൂടടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ചൂടടിച്ച് ആകെ ഡെങ്കറായി സീനായപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് തന്ന കുറച്ച് ഓയിൽമെൻറ്റും പിന്നെന്താ മോയ്സ്ചറൈസറും ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഇത് എൻ്റെ അടുത്ത് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി എനിക്ക് കിടക്കുമ്പം വൺ ഡേ ഈ ഓയിൽമെൻറ്റ് പറ്റണം. ഈ ഓയിൽമെൻറ്റ് പറ്റുന്ന ടൈമിൽ ഈ മോയ്സ്ചറൈസറും കൂടെ കൂടി തേച്ചിട്ടാണ് ഈ ഓയിൽമെൻറ്റ് പറ്റാൻ പോകും. അല്ലെങ്കിൽ സ്കിന്ന് എന്ത് ചെയ്യുക ഡ്രൈ ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ പിറ്റേ ദിവസം എനിക്കൊരു സിറ തന്നേക്കുന്നത് ഫേസിൽ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തേച്ച് കൊടുക്കാം. പക്ഷേ ഇത് തേച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബെറ്റർ ആണ് കേട്ടോ. നല്ലപോലെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫേസ് വാഷ് ആണെങ്കിൽ തീർന്നു പോയി. എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് തന്നേക്കുന്ന ഫേസ് വാഷ് ആകും. അപ്പോൾ അതിനിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. ഞാൻ ആകെ ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു തോന്നിയാൽ ഒന്ന് ഐലൈനർ എഴുതും, അതുപോലെ തന്നെ തോന്നിയാൽ മസ്കാര എഴുതും, പിന്നെ ഐ ഷാഡോ ഇടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നേരത്തെ ഇടാനും ഇപ്പോഴില്ല. പിന്നെ ലിപ്സ്റ്റിക്ക്, അതാണ് മെയിൻ. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരെ കിടന്നുറങ്ങാൻ പോവാണ്. മുടിയൊക്കെ ഞാൻ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രാത്രി ഇങ്ങനെയാണ് മുടി കെട്ടൽ. ഇനി രാവിലെയാണ് അങ്ങനെ കഴിക്കുള്ളൂ. നേരെ പോയി കിടക്കാം. പിന്നെ ചെറിയ ഒരു എഡിറ്റിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ കിടക്കും. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ.